ഹായ്, എൻ്റെ ബർത്ത്ഡേ ആണ്. പ്രത്യേകിച്ച് ആഘോഷ പരിപാടികളൊന്നുമില്ല. ബിക്കോസ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ബർത്ത്ഡേ വരും. ഈ ഇയർ എൻഡിങ്ങിനും ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ബർത്ത്ഡേ വൻ ശോകമാണ്. അങ്ങനെ ആഘോഷ പരിപാടികൾ ആരും അറിയത്ത് പോലും ഇല്ല. ഇന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ കൊളീഗ്സ്, എൻ്റെ ബോയ് ഫ്രണ്ട്, എൻ്റെ മദർ, എൻ്റെ അനിയത്തി ഒക്കെ എന്നെ വിഷ് ചെയ്തു. അതൊക്കെ ഒരു നല്ല എന്താ പറയുക, ഞാൻ എൻജോയ് ചെയ്തു. ഇതെല്ലാം ഇപ്പോഴുള്ളതാണ് എൻജോയ് ചെയ്യുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതും പൊട്ടി ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്നാൽ എനിക്ക് ഭയങ്കരമായിട്ട് ബാക്കി ആര് വിഷ് ചെയ്തതിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഒരു വ്യക്തിയുണ്ട്. അത് കാണിച്ച് തരാം കേട്ടോ കുറച്ച് കഴിയുമോ. എൻ്റെ ദൈവമേ, ഇതാണ് ഞാൻ കണ്ണെഴുതാത്ത. എഴുതിക്കഴിഞ്ഞാൽ അപ്പം പറയുവേ. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളായിട്ട് സംസാരിച്ച് ഇരുന്ന് ആളെ ഭാഗം കട്ട് ചെയ്യുമ്പോഴൊന്നും ആളെനിക്ക് വേണ്ടി എന്താ പറയുക, ഇങ്ങനെ ഒരു ഗിഫ്റ്റ്, അതന്നെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഐ എം സോ ഹാപ്പി. അതുവരെയും ഓക്കെ എല്ലാവരും വിഷയം താങ്ക് യു സോ മച്ച്, താങ്ക് യു ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇത് കണ്ടിട്ട് ഭയങ്കര മൊത്തം ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടോ, ആ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നതിന് വളരെ വളരെ എന്താ പറയുക സന്തോഷം. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻജോയ് ചെയ്തേ. ഇതിപ്പോൾ പുറത്തേക്ക് പോകാൻ പോകാൻ അത് റെഡിയാണ്. ഇപ്പോൾ തന്നെ ആൾ വരും എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ എന്തോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞല്ലേ, ഒരു കുഞ്ഞു വെച്ച് എൻ്റെ കൂട്ടുകാരത്തിയാണ്. കൂട്ടുകാരത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറൊരു സ്റ്റോറിയാണ്. എൻ്റെ കൂട്ടുകാരത്തിൻ്റെ മോള് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. കൊച്ചായിട്ടൊക്കെ സംസാരിച്ചില്ല, അതിൽ സംസാരിച്ചപ്പോൾ ഒന്നും അറിയുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അവർ ഒരുക്കുന്നുണ്ടെന്ന്. ഭയങ്കര സന്തോഷം. ഞാനാണെങ്കിൽ ഇങ്ങനെ ഉച്ച കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. അപ്പോൾ ഇവിടെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഉറക്കത്തിലായതുകൊണ്ട് അങ്ങനെ എടുക്കുന്നില്ല. പിന്നെ ഫോണെടുത്തൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ തുറന്ന് നോക്കിയപ്പോഴേ കാണുന്നത്. എന്താ പറയുക, ഭയങ്കര ഒരു സോ ഹാപ്പി. ഇതുവരെ ഈ വർഷം ഇത്രയും വർഷം എനിക്ക് 27 വയസ്സാണ്. ഇത്രയും വർഷങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ്. ഇഷ്ടം കുറേയുണ്ട്, ബട്ട് ഈ 27-ാം വയസ്സിൽ ഭയങ്കര ആ കുഞ്ഞിൻ്റെ വോയിസിൽ നിന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ദൈവമേ, ഐ എം സോ ഹാപ്പി. ഞാൻ എന്തായാലും ആ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാം. This video is dedicated to Bhagirashmi Chechi. Today is her birthday. This video is a gift for you. Happy birthday.